അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ടിലെ ഒന്നാമത്തെ പാഠത്തിലെ തദ്രീബാത്താണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. തദ്രീബാത്തെല്ലാം നോക്കുന്നതിന് മുമ്പ് ഈ പാഠത്തിൽ കൊടുത്തിരിക്കുന്ന കാര്യം നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. അദ്ദർസുൽ അവൽ, ഒന്നാമത്തെ പാഠം, അൽ ഹലാലു ബയ്യിൻ. അപ്പൊ നോക്കൂ, തൊപ്പി എവിടെ? തലമറയ്ക്കാതെ നിസ്കരിക്കൽ കറാഹത്തല്ലേ? നിസ്കരിക്കാൻ മസ്ജിദിലേക്ക് ഇറങ്ങിയ ആഷിഖിനോട് ജ്യേഷ്ഠൻ സുബൈർ ചോദിച്ചു. ആഷിഖ്, എന്താണ് കറാഹത്ത്? സുബൈർ, ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് കറാഹത്ത്. തലമറയ്ക്കാതെ നിസ്കരിക്കുന്നത് കറാഹത്താണ്. തലമറച്ച് നിസ്കരിച്ചാൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും. ആഷിഖ്, ഇതെനിക്കറിയാം. അൽ ഹക്കാമു ശർഇയ്യയിൽ മക്രൂഹ് എന്നാണ് ഇതിന് പറയുക. നീ അൽ ഹക്കാമു ശർഇയ്യ പഠിച്ചിട്ടുണ്ടോ? നടക്കുമ്പോൾ സുബൈർ ചോദിച്ചു. ആഷിഖ്, അതെ. വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാം, മുബാഹ് എന്നിവയാണവ. സുബൈർ, മസ്ജിദിൽ പോയി നിസ്കരിക്കുന്നതിന്റെ വിധി എന്താണ്? ആഷിഖ്, 5 വക്ത് നിസ്കാരം വാജിബും മസ്ജിദിൽ വെച്ചാവൽ സുന്നത്തുമാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. സുബൈർ, ഹറാമും മുബാഹും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. കള്ള് കുടിക്കൽ ഹറാമാണ്. മുബാഹിന് ശിക്ഷയും കൂലിയുമില്ല. പാല് കുടിക്കൽ മുബാഹാണ്. വാജിബിന് ഫർളി എന്നും പേരുണ്ട്. മൻദൂബ് സുന്നത്തിന്റെ മറ്റൊരു പേരാണ്. മുബാഹിനെ കുറിച്ച് ഹലാൽ എന്നും പറയും. ആഷിഖും സുബൈറും മസ്ജിദിലെത്തി. കൂട്ടുകാർ, ഈ പാഠം ആവർത്തിച്ച് വായിക്കുക. തദ്രീബാത്ത് മാത്രം പഠിച്ചാൽ എക്സാമിൽ നമുക്ക് നല്ല മാർക്ക് നേടാൻ സാധിക്കില്ല. കൂട്ടുകാർ, പാഠം നല്ലവണ്ണം വായിച്ചു നോക്കിയാൽ എക്സാമിൽ നല്ല മാർക്ക് നേടാൻ സാധിക്കും. ഈ പാഠത്തിന്റെ അവസാനത്തിൽ കൊടുത്തിരിക്കുന്ന ബോക്സ് എല്ലാം കൂട്ടുകാർ വായിക്കുക. ഇതെല്ലാം പൂരിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ എക്സാമിൽ ചോദിക്കും. അൽ അഹ്കാമു ശർഇയ്യത്തു ഖംസ, ശർഇയ്യായ വിധികൾ 5 നമുക്കിനി ഈ പാഠത്തിലെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിൽ ഒന്നാമത്തെ പ്രവർത്തനം നുഅരിഫ്. ഈ പാഠത്തിൽ പഠിച്ച വാജിബ്, ഹറാം, മക്രൂഹ്, സുന്നത്ത്, മുബാഹ് എന്നിവ കൊടുത്തിരിക്കുന്നു. ഇവയുടെ നിർവചനം, അതായത് വിശദീകരണം എഴുതണം. 1. വാജിബ്, ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ഉദാഹരണം, 5 വക്ത് നിസ്കാരം. 2. ഹറാം, ചെയ്യൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. ഉദാഹരണം, കള്ള് കുടിക്കൽ. 3. മക്രൂഹ്, ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതാണ് മക്രൂഹ്. ഉദാഹരണം, തലമറയ്ക്കാതെ നിസ്കരിക്കൽ. 4. സുന്നത്ത്, ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. ഉദാഹരണം, നിസ്കാരം മസ്ജിദിൽ വെച്ചാവൽ. 5. മുബാഹ്, ചെയ്താലും ഉപേക്ഷിച്ചാലും ശിക്ഷയും കൂലിയുമില്ലാത്തതാണ് മുബാഹ്. ഉദാഹരണം, പാല് കുടിക്കൽ. തദ്രീബാത്തിൽ രണ്ടാമത്തെ പ്രവർത്തനം നസിൽ, യോജിച്ചവ പരസ്പരം ചേർക്കാനുള്ളതാണ്. ഇപ്പുറത്ത് നോക്കൂ. 1. വാജിബ്, 2. ഹറാം, 3. മക്രൂഹ്, 4. മൻദൂബ്, 5. മുബാഹ്. ഇപ്പുറത്ത് നോക്കൂ. എ, പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ. ബി, തലമറയ്ക്കാതെ നിസ്കരിക്കൽ. സി, ളുഹ്ർ നിസ്കാരം. ഡി, ബിരിയാണി കഴിക്കൽ. ഇ, അദാൻ വിളിക്കൽ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിലെ ലെറ്റർ അതിന് നേരെ എഴുതണം. 1. വാജിബ്, ശരി ഉത്തരം സി, ളുഹ്ർ നിസ്കാരം. 2. ഹറാം, ശരി ഉത്തരം എ, പുരുഷന്മാർ മുട്ടുമറയാത്ത ട്രൗസർ ഇട്ട് നടക്കൽ. 3. മക്രൂഹ്, ശരി ഉത്തരം ബി, തലമറയ്ക്കാതെ നിസ്കരിക്കൽ. 4. മൻദൂബ്,
ശരി ഉത്തരം ഇ. അദാൻ വിളിക്കൽ. 5 മുബാഹ്. ശരി ഉത്തരം ഡി. ബിരിയാണി കഴിക്കൽ. CABED. അടുത്ത പേജ് നോക്കൂ. തദ്രീബാത്തിൽ മൂന്നാമത്തെ പ്രവർത്തനം നംല ഉൽ ജദ്വൽ അൽ അഹ്കാമു ശർഇയ്യ എന്നതിന് താഴെ നാം ഈ പാഠത്തിൽ പഠിച്ച 5 വിധികളും കൊടുത്തിരിക്കുന്നു. അതിൻ്റെ പുറത്തു നോക്കൂ. മിസാൽ, ഓരോ വിധിയിനും ഓരോ ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. മിസാലുൻ ആഖർ, മറ്റൊരു ഉദാഹരണം നമ്മൾ ആ പട്ടികയിൽ ഓരോന്നിനും പൂരിപ്പിക്കണം. അപ്പം നോക്കൂ. മുബാഹ്, മിസാൽ പാൻറ് ധരിക്കുക. മിസാലുൻ ആഖർ, പാല് കുടിക്കുക. മന്ദോബ്, മിസാൽ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക. മറ്റൊരു ഉദാഹരണം മിസാലുൻ ആഖർ, പള്ളിയിൽ പോയി നിസ്കരിക്കുക. അടുത്തത് ഹറാം, മിസാൽ കളവ് പറയുക. മിസാലുൻ ആഖർ, കള്ള് കുടിക്കുക. വാജിബ്, റമദാൻ നോമ്പ് അനുഷ്ഠിക്കുക. മിസാലുൻ ആഖർ, 5 വക്ത് നിസ്കാരം നിർവഹിക്കുക. അടുത്തത് മക്രൂഹ്, മിസാൽ വഴിയിൽ മൂത്രമൊഴിക്കുക. മിസാലുൻ ആഖർ, വലതുവശത്തേക്ക് തുപ്പുക. മിസാലുൻ ആഖർ എന്നതിൽ ഓരോ വിധിനും കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഉദാഹരണം എഴുതാം. പക്ഷേ അത് ഓരോ വിധിയിലും യോജിച്ചതാവണം. തദ്രീബാത്തിൽ നാലാമത്തെ പ്രവർത്തനം നക്തുബുൽ മഅന. നാം ഈ പാഠത്തിൽ പഠിച്ച അഹ്കാമു ശർഇയ്യയുടെ വിധികൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ മലയാളമാണ് നാം എഴുതേണ്ടത്. അറബി മലയാളത്തിൽ എഴുതണം. വാജിബ്, നിർബന്ധം. മന്ദൂബ്, സുന്നത്ത് അഥവാ ഐച്ഛികം. മക്രൂഹ്, കറാഹത്ത്. ഹറാം, നിഷിദ്ധം. ഹലാൽ, അനുവദനീയം. തദ്രീബാത്തിൽ 5ാമത്തെ പ്രവർത്തനം നക്തുബ്. ഈ പാഠത്തിൽ പഠിച്ച ഏതാനും പദങ്ങൾ, വാക്കുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ എടുത്ത് ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. 1. അൽ അഹ്കാമു ശർഇയ്യ. 2. അൽ വാജിബ്. 3. അൽ മന്ദൂബ്. 4. അൽ മക്രൂഹ്. 5. അൽ ഹറാം. 6. അൽ മുബാഹ്. 7. അൽ ഫർള്. 8. അസ്സുന്നത്ത്. 9. അൽ മുബാഹ്. മുബാഹ് എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ഹലാൽ. കൂട്ടുകാർക്ക് ആ വരിയിൽ ഹലാൽ എന്നും എഴുതാം. കൂട്ടുകാർക്ക് ഈ പാഠവും ഈ പാഠത്തിലെ തദ്രീബാത്തും മനസ്സിലാകില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.